HBK Tech എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് PCB എച്ചിങ് എന്നുള്ള ടോപ്പിക്കുമായാണ്. നമുക്ക് സ്വന്തമായി എങ്ങനെ വീട്ടിൽ ഒരു PCB ഉണ്ടാക്കിയെടുക്കാം അതിനുള്ളൊരു വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടാകുന്ന വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ PCB ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ എങ്ങനെ ഒരു PCB ആക്കിയെടുക്കാം, എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ടോപ്പിക്കുമായാണ് ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നമുക്ക് വേണ്ടത് നമുക്ക് ആവശ്യമുള്ള PCB ലേഔട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത കോപ്പിയാണ്. ഇത് ഗ്ലോസി പേപ്പറിൽ പ്രിൻ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലേസർ പ്രിൻ്ററിലെ പ്രിൻ്റ് ചെയ്യാവൂ. ഇങ്ക്ജെറ്റ് പ്രിൻ്ററിൽ നമുക്ക് പ്രിൻറ്റിങ് ചെയ്താൽ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തതായി വേണ്ടത് നമുക്ക് ഇതുപോലത്തെ കോപ്പർ ക്ലാഡ് പ്ലേറ്റ് ആണ്. കോപ്പർ ക്ലാഡ് പ്ലേറ്റ് നമുക്ക് ആവശ്യമുള്ള സൈസിൽ നമ്മൾ സർക്യൂട്ടിന് എത്രയാണ്, നമ്മൾ PCBക്ക് എത്ര സൈസിൽ വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലോണം വാട്ടറിൽ നല്ലോണം വാഷ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ നമ്മുടെ PCBക്ക് സൈസിൽ കട്ട് ചെയ്തെടുത്ത കോപ്പർ ക്ലാഡ് പ്ലേറ്റ് ആണ്. ഓക്കെ, അടുത്ത നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മൈക്ക കട്ടറാണ്. ഈ മൈക്ക കട്ടർ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്കെയിൽ വെച്ച് കോപ്പർ ക്ലാഡ് പ്ലേറ്റ് കട്ട് ചെയ്തെടുത്തതാണ് നമുക്ക് ആവശ്യമായ സൈസിൽ. അതുപോലെ തന്നെ നമ്മൾ ലേഔട്ട് എടുത്ത PCB ലേഔട്ട് എടുത്ത അത് നമ്മൾ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഡ്രിൽ ബിറ്റ് ആണ്. PCB ഹോൾ ഇടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഡ്രിൽ ബിറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളിനാണ് നമ്മൾ ഈ ഡ്രിൽ ബിറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് പല സൈസിലും കിട്ടുന്നുണ്ട്. 0.7, 0.8, 1 mm അങ്ങനെ പല സൈസിലും നിങ്ങൾക്ക് ഹോൾ ഇടാം. അടുത്തത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ നൈസ് പേപ്പറാണ്, നൈസ് സാൻഡ് പേപ്പർ. അത് ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾക്ക് എടുക്കാം. ഇത് ഞാൻ എടുത്തതേ ഉള്ളൂ. ഇത് 1500 ഗ്രിറ്റ് അല്ലെങ്കിൽ 2000 ഗ്രിറ്റ് ഉള്ള സാൻഡ് പേപ്പർ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കീ വെച്ചത് നൈസായിട്ടൊന്ന് അടിച്ചാൽ ചെറുങ്ങനെ സ്മൂത്ത്നെസ് കുറച്ചും കൂടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഗ്രിറ്റ് കൂടിയ നമ്മളെടുത്തത്. 2000 ഗ്രിറ്റ് നൈസായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ സ്ക്രബ് ചെയ്തെടുത്താൽ നമുക്ക് കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രില്ല് നിങ്ങൾക്ക് പല സൈസിലുള്ള ഡ്രില്ലുണ്ട്. ഞാനത് ചാർജിങ് ഡ്രില്ലാണ് ഉപയോഗിച്ചത്. അതിൽ ബിറ്റ് ഇവിടെ ഘടിപ്പിച്ചാണ് ഞാൻ ഹോൾ ഇടുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു മോഡലിൽ ചെറിയൊരു ടൈപ്പ് ഇറങ്ങുന്നുണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഹോൾ ഇടാൻ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു അയൺ ബോക്സ് ആണ്. ഇത് നിങ്ങൾക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അടുത്തതായി നമുക്ക് പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള PCB എച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ഫെറിക് ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് നമുക്ക് ആവശ്യം. ഇത് നമ്മൾ ഇലക്ട്രോണിക് ഷോപ്പിൽ ലഭ്യമാണ്. ഇത് നമ്മൾ ആവശ്യമില്ലാത്ത കോപ്പറുകൾ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അടുത്തതായി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പാത്രമാണ്, ഒരു പരന്നിട്ടുള്ളൊരു പാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അയൺ ബോക്സ് ചൂടായിട്ടുണ്ട്. ഇത് ചൂടായ ശേഷം നമുക്ക് ഈ നമ്മൾ പ്രിന്റ് ചെയ്ത ഈ ഒരു പോർഷൻ താഴോട്ടായിട്ട് കോപ്പർ പ്ലേറ്റിനോട് ചേർന്ന് വെക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ നമ്മളൊന്ന് ഇസ്തിരിക്ക് ഇട്ട് കൊടുക്കുക, ചൂടായി കൊടുക്കുക. എന്നിട്ട് അധിക നേരം അവിടെ വെക്കരുത്, പതുക്കെ ഒന്ന് അതേപോലെ ഇങ്ങനെ പോവുകയും ചെയ്യാവൂ. അവിടെ വെച്ച് പോയാൽ നമുക്ക് അത് മര്യാദയ്ക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടില്ല. അതുപോലെ പതുക്കെ നമുക്ക് ഒരു ഭാഗത്തേക്ക് നീക്കി കൊടുക്കുക. ഒരിക്കലും അവിടെ വെക്കരുത്. വെച്ച് പോയാൽ അവിടെ അധികം ഹീറ്റായി പൊള്ളിപ്പോവും.
ഏകദേശം ഈ രൂപത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് മാറ്റി വെക്കാം. സ്റ്റിക്കർ ടൈപ്പ് ഗ്ലോസി പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത ഒരു വേറെ ടൈപ്പും ഗ്ലോസി പേപ്പർ ഉണ്ട്. അപ്പോൾ അത് സ്റ്റിക്കർ ടൈപ്പ് ആണിത്. ഇത് അയൺ ചെയ്യുമ്പോൾ ആണ് ഇതുപോലെ സൂക്ഷിക്കേണ്ടത്. പതുക്കെ അയൺ ചെയ്ത് കൊടുക്കാവൂ. അതുപോലത്തെ സ്റ്റിക്കർ ടൈപ്പ് അല്ലാത്ത ടൈപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഹാർഡായിട്ട് തന്നെ അയൺ ചെയ്ത് വെക്കാം. അത് ഈ സർക്യൂട്ട് മുകളിൽ കാണുന്ന ഒരു ചെറിയൊരു ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്റ്റിക്കർ ടൈപ്പ് അല്ലാത്ത ഇതിൽ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലൂടെ കാണാൻ സാധിക്കും അയൺ ചെയ്താൽ. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ചൂടാക്കി അയൺ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ സ്റ്റിക്കർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അയൺ ചെയ്യാൻ പറ്റില്ല. ഒരു സ്മൂത്തായിട്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ള മഷി നന്നായിട്ട് ക്രാഷ് ആവും. ചിലപ്പോൾ ഇറങ്ങി ഒരു സർക്യൂട്ട് ട്രാക്ക് ഒരു ക്ലിയർ കിട്ടില്ല. അപ്പോൾ അതാണ്. ഓക്കെ, അത് നിങ്ങൾ നോക്കി അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, അത് കുറച്ച് ചൂട് തന്ന ശേഷം നമുക്ക് പതുക്കാന്ന് പൊതിച്ച് നോക്കാം. അത്യാവശ്യം ക്ലിയർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അഥവാ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെർമനന്റ് മാർക്കർ ഉപയോഗിച്ച് ലൈൻ ഇട്ട് റെഡിയാക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് കുറച്ച് വെള്ളം, ഈ നമ്മൾ ഉണ്ടാക്കിയ PCB ഈ ബോർഡ് മുങ്ങാതൊക്കെ വെള്ളം വയ്ക്കാവും. ഏകദേശം ഒരു ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇതിങ്ങനെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇത് മുങ്ങണം. ഈ ഒരു രീതിയിൽ വെള്ളം മതി. എന്നിട്ട് നമ്മൾ ഇതിൽ ഫെറിക്ലോറൈഡ് ഒഴിച്ചിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫെറിക്ലോറൈഡ് വെള്ളത്തിൽ ചേർത്തു. അത് ചെറിയ PCBക്ക് സൈസിനനുസരിച്ച് മതി, കുറച്ച് അളവിൽ മതി, ഇത്ര ഡാർക്ക് ആയാലും മതി. ഓക്കെ, ഈ ഒരു ചെറിയൊരു അളവിൽ നിങ്ങൾ ഫെറിക്ലോറൈഡ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച PCB കോപ്പർ ഗ്ലാഡ് പ്ലേറ്റ് ഇതിൽ നമ്മൾ ഇടുക. എന്നിട്ട് നമ്മൾ ഷേക്ക് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് മൂടാൻ പാകത്തിന് നമ്മൾ വെള്ളം വെക്കാവും. ഉണ്ടോ, ഏകദേശം നമ്മളിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ഏകദേശം ഒരു 5-10 മിനിറ്റോളം ഷേക്ക് ചെയ്ത് കൊടുക്കണം. വീഡിയോ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്, കാരണം വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നതിനെ കൊണ്ട്. കുറേശ്ശെ നമ്മൾ കോപ്പർ റിമൂവ് ആയി പോകുന്നുണ്ട്. നമ്മൾ ആവശ്യമുള്ള ഭാഗം അവിടെ നിന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ റിമൂവ് ആയി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഷേക്ക് ചെയ്ത് ശേഷം സർക്യൂട്ട് ലൈന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ട്രാക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് കഴുകിയെടുക്കണം. PCB കഴുകിയെടുത്തു. ഇനി നമുക്കിതിൽ തിന്നർ ഒന്ന് ചേർത്ത് നമ്മൾ ഇതിൻ്റെ മഷി ഒന്ന് പൊക്കിക്കളയണം. തിന്നർ ചേർത്ത് നമുക്ക് വരച്ച് ഇതിൻ്റെ മഷി ഒന്ന് പൊക്കിക്കളയാം. നേരത്തെ നമ്മൾ ഉപയോഗിച്ച സാൻഡ് പേപ്പറോ ഉപയോഗിച്ച് നമ്മൾ സാൻഡ് പേപ്പർ നൈസുള്ള സാൻഡ് പേപ്പർ ഉപയോഗിക്കാവും. നമുക്ക് ഈ സർക്യൂട്ട് ഇതൊന്ന് PCB ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തെടുത്ത PCB വാഷ് ചെയ്ത നേരം ട്രാക്കുകൾ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇനി ഇതിൽ ചെക്ക് ചെയ്യണം, ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കി നിങ്ങൾ ഷോർട്ട് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതിൽ കമ്പോണന്റുകൾ അസംബിൾ ചെയ്യാൻ. അതിന് മുന്നേ ആയി ഇതിൽ നമ്മൾ ഹോൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇനി ഡ്രില്ല് കൊണ്ട് ഓരോന്നിനും ഹോൾ ചെയ്ത് കൊടുക്കാം.
അതിന് മുന്നെയായി ഇതിൻ്റെ അടിയിൽ നമ്മൾ ഒരു മരത്തിൻ്റെ പീസ് വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ ഹോൾ ചെയ്യാൻ. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഹോൾ ചെയ്യാൻ. അപ്പോൾ ഇത് ഹോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ കമ്പോണൻസുകൾ അസംബിൾ ചെയ്ത് സോൾഡർ ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ PCB ആണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.